എനിക്ക് എന്നാ ഞാൻ സാർ അങ്ങോട്ട് പോട്ടെ, നാളെ കാണാം. തങ്കത്തിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണ് കാര്യമെന്ന് എല്ലാം ഇതിനകത്തോട്ട് ഒന്ന് വായിച്ചു തുടങ്ങി മറുപടി തന്നാ മതി. ഓക്കെ. പ്രിയപ്പെട്ട തങ്കത്തിന്, ആരുമില്ലാതിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് വൈകി എത്തിയ പുഷ്പമാണ് എൻ്റെ തങ്കം. തങ്കം എനിക്കെല്ലാമാണ്. ഞാൻ എൻ്റെ തങ്കത്തെ പ്രണയിക്കുന്ന. അയ്യേ, എനിക്കറിയാം തങ്കത്തിന് ഭർത്താവ് കുട്ടികളുണ്ടെന്ന്. നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിൽ അവരെ മറന്നുകൊണ്ട് തങ്കത്തിന് എന്നെ പ്രണയിക്കാൻ കഴിയില്ലേ? കഴിയുമെന്ന് തങ്കത്തിൻ്റെ മറുപടിക്കായി ഞാൻ നാളത്തെ ദിവസത്തിനായി ഉദ്ദേശം ഇതിനാണ് അയാൾ ചേച്ചിയുടെ പുറകെ നടന്നുകൊണ്ടിരുന്നത്. എനിക്കറിയാമോ, ഞാൻ നടക്കാൻ പോയതല്ലേ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. പാദത്തിൽ നിനക്ക് ദേഷ്യം അരിച്ചരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു പാവക്ക ജ്യൂസ് കൊണ്ടിരിക്കുന്നത്, ഫുഡിന്റെ മെനു അയച്ചിരുന്നു. ചേച്ചിക്ക് മനസ്സിലായില്ലേ അയാളുടെ ഉദ്ദേശം എന്തുവാന്ന്? ഇല്ല. ഓ, അല്ലാത്തവരുടെ ഒക്കെ കാര്യമായിരുന്നെങ്കിൽ അന്ന് ആ നിമിഷം തന്നെ കണ്ടുപിടിച്ചേനല്ലോ. ഞാനൊരു കാര്യം ചോട്ടെ, പ്രോത്സാഹിപ്പിച്ച ഞാനാ? അയ്യോ ലില്ലി, 70 വയസ്സുള്ള മാമനാണ്. 70 വയസ്സുള്ള എത്ര വയസ്സുണ്ടെങ്കിലും പുറകെ നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ഇത് വരും. മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. ഇങ്ങനെയൊക്കെ പറയല്ലേ ലില്ലി, ഇതെന്താണ്? എനിക്ക് അറപ്പാണ് കണ്ടിട്ട്. തന്നപ്പോ തന്നെ അപ്പൊ തന്നെ വോയിസ് നോക്കിട്ട് അയാളുടെ മുടി കളഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാ? കിട്ടിയത് കിട്ടി. ഈ സംഭവം നമ്മൾ രണ്ടുപേരും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഇത് ഇവിടെ വെച്ച് കുഴിച്ചു മൂടി. എന്റെ മനസ്സിലും ചേച്ചിയുടെ മനസ്സിലും മാത്രം ഇരുന്നാൽ മതി. പ്രത്യേകിച്ചും ക്ലീറ്റോ ചേട്ടനോടും ഏട്ടനോടും പറയരുത്. പറഞ്ഞറിയാലോ, അയാള് പിന്നെ ജീവനോടെ ഉണ്ടാവത്തില്ല. പ്രത്യേകിച്ച് അമ്മാവൻ അറിയരുത്. ഞാൻ അറിഞ്ഞു, ഞാനെല്ലാം കേട്ടോണ്ടാ നിൽക്കണം. മറക്കണ്ട, നളൻ ദമയന്തിക്ക് കൊടുത്ത പ്രേമലേഖനം കെട്ടിത്തരും. കൊണ്ടാടി നിന്റെ ഈ ശങ്കരമാമന് എത്ര വയസ്സാന്നാ പറഞ്ഞ? 70. ഇപ്പൊ മനസ്സിലായില്ലേ? ഇവൻ ശരീരം നോക്കാൻ നടക്കണല്ല, വേറെ അസുഖത്തിന് മരുന്നിന് നടക്കണമെന്ന് മനസ്സിലായില്ലേ എനിക്ക്? ഇവന്റെ അസുഖം എനിക്കുണ്ടെങ്കിൽ നീ ജനിക്കണതിന്റെ മുമ്പ് ഞാൻ റോട്ടിൽ കൂടെ നടന്നേനെ. അവനെ കണ്ട കണ്ണോണ്ട് എന്നെ കാണരുതിട്ടാ. ഇവന്റെ സൂക്കടി ഞാൻ മാറ്റി കൊടുക്കാം. നാളെ നീ ഒറ്റയ്ക്ക്. ഞാൻ പോണില്ല. ഞാൻ പറയണ കേക്കടി, നാളെ നീ ഒറ്റയ്ക്ക് നടക്കാൻ പോണു. ഇത് ഇവിടെ കൊണ്ട് തീരട്ടെ. അങ്ങനെ പറ്റില്ല കുട്ടിയെ. നീ രാവിലെ നടക്കാൻ പോണു, പിറകെ ഞാനും വരുന്നു. എന്താ വേണ്ടത് ഞാൻ കാണിച്ചു തരാം. 70-കാരന്റെ പ്രേമം. നാളെ രാവിലെ